ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? അപ്പോൾ ഞാനും ഇവിടെ സുഖമായി തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഏലത്തിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ ഇടുന്നത്. അപ്പം നമുക്ക് അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുതിയ പുതിയ കൂട്ടുകാർ വന്ന് കമൻറ്റായി ഇട്ട് തരുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട്, ഏലത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലാതെയാണ് ഏലം കൃഷിയിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ ഞാൻ കാണിച്ചു തരുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഏലത്തിന് മുള്ളിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ്. ഏലം നല്ലതുപോലെ കയറി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വർഷത്തിലൊരിക്കലും ഇങ്ങനെ ചെയ്യണം. ഇത് നമ്മൾ 2 വർഷം കൂടിയാണ് ഇങ്ങനെ മുള്ളിട്ട് കൊടുക്കുന്നതും മണ്ണിട്ട് കൊടുക്കുന്നതും ഒക്കെ. ബാക്കി എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയായിരുന്നു ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ആളെ നിർത്തി ഏലത്തിൻ്റെ പണികൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനിയും ഞാൻ തന്നെ ചെയ്താൽ ഏലമൊക്കെ താഴെ പോവും. അതുകൊണ്ടാണ്. അപ്പം അറിയാവുന്ന ഒരാളെ നിർത്തി നല്ല രീതിയിൽ മുള്ളിട്ട് കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഏലം നല്ല രീതിയിൽ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ഉള്ള സ്ഥലത്ത് കുറച്ച് ഏലങ്ങൾ നട്ട് അതിനെയാണ് ഞാനിവിടെ സംരക്ഷിച്ചെടുക്കുന്നത്. എനിക്ക് 60ഓളം മൂട് ഏലങ്ങളാണ് ഞാൻ നട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 60 മൂട് ഏലത്തിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം നമുക്ക് കിട്ടും. അപ്പം എന്താണ്ട് ചിമ്പൊക്കെ പൊട്ടി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പം ഇനി നല്ലതുപോലൊന്ന് മണ്ണ് ഇട്ട് കൊടുത്ത് മുള്ളിട്ട് കൊടുത്താലേ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ, വേരോട്ടമൊക്കെ ഉണ്ടാവുള്ളൂ. വേര് പൊട്ടിപ്പോകും മുള്ളിടുമ്പോഴും കിളയ്ക്കുമ്പോഴും ഒക്കെ. നമ്മളിവിടെ നിന്ന് കിളച്ചല്ല കൊടുക്കുന്നത്, മുള്ളിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഈ മുള്ളൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഏലം ഒന്ന് കവാത്തെടുത്ത് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് ചൂടും, ഞാൻ കവാത്തെടുത്തപ്പോൾ ചൂടും മണ്ടഭാഗവും എല്ലാം എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ ഇന്ന് കവാത്തെടുക്കുമ്പോൾ നല്ല ചൂട് നല്ല സൂപ്പറായിട്ട് വൃത്തിയാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ മുള്ളിട്ട് മണ്ണിടുമ്പോൾ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതല്ല ഇലയൊക്കെ കിടക്കുമ്പോഴത്തേന് മഴയൊക്കെ പുറകെ പെയ്ത് കഴിഞ്ഞാൽ ചീക്കൽ വരും. അതുകൊണ്ടാണ് ഈ ഇലയൊക്കെ പെറുക്കി മാറ്റി നല്ല വൃത്തിയായിട്ട് തന്നെ ചൂടിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. കൂടുതലും മുള്ളും മണ്ണുമൊക്കെ ഇടുന്നത് നവംബർ ഡിസംബർ മാസത്തിലാണ്. നമുക്കിപ്പോഴും നല്ല മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് മുള്ളിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് പണിക്ക് ആളെ കിട്ടാനില്ല കേട്ടോ. അതുകൊണ്ടാണ് കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ നവംബറോ ഡിസംബറോ ഒന്നും നോക്കാതെ കിട്ടിയ ഒരു ദിവസം മുള്ളിട്ടത്. അപ്പം അന്ന് തന്നെ മുള്ളിട്ട് കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല മഴയായിരുന്നു. എങ്കിലും അത് കാര്യമാക്കാതെ നമ്മൾ പണി തുടർന്നു. 60 മൂട് ഏലത്തിന് മുള്ളിട്ട ശേഷമാണ് കേട്ടോ മണ്ണിൻ്റെ പണി തുടങ്ങിയത്. എന്താണെങ്കിലും എന്താണ്ട് ഒരു അടിപൊളി മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു പെയ്തത്. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുള്ളിട്ട് കിടക്കുന്നതുകൊണ്ട്. കണ്ടോ, ഇതുപോലെയാണ് മുള്ളിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പം നല്ല സൂപ്പറായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അടുത്ത ദിവസം ഒരു വെയിലും കൂടെ വന്നതിന് ശേഷം ബാക്കി മണ്ണിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം മുള്ളിട്ട് നിർത്തി. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് നന്നായിട്ട് വെയിലടിച്ച് മണ്ണുണങ്ങിയ ശേഷമാണ് കേട്ടോ നമ്മൾ മണ്ണിടിയിൽ ബാക്കി ചെയ്യാനായിട്ട് ചേട്ടൻ വന്നത്. മരമൊക്കെ വെട്ടി വൃത്തിയാക്കി സൈഡിലാക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ മുള്ളിടിയിലും കാര്യങ്ങളും ഒക്കെ എളുപ്പമായിരുന്നു. ഏലം നട്ടിരിക്കുന്ന പറമ്പ് എപ്പോഴും നല്ല നീറ്റായിട്ട് അടുക്കി പെറുക്കിയൊക്കെ ഇട്ട് കിടക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് മരുന്നടിക്കുമ്പോഴൊക്കെ ഓസ് വലിക്കാനൊന്നും ഒരു തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ കിട്ടണം. അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായിട്ടാണ് കിടന്നിരുന്നത്. അപ്പം നമ്മുടെ ഈ ഷെയ്ഡ് ഇറക്കിയത് കൊണ്ട് മാത്രമാണ് കുറച്ചൊക്കെ ഒന്ന് അലമ്പി വാരി കിടന്ന് കേട്ടോ. അതിനെക്കൊണ്ട് പറ്റുന്നത് പോലെ സമയം കിട്ടിയപ്പോഴൊക്കെ ഞാൻ അടുക്കിപ്പറക്കി എടുത്തിരുന്നു. ബാക്കി ചേട്ടൻ വന്ന് പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഒക്കെ ആയിട്ട് പറമ്പിൽ നിന്ന് അടുക്കിപ്പറക്കാനായിട്ട് കൂടി. ഇനി കുറച്ചുകൂടെയൊക്കെ മാറ്റാനുണ്ടായിരുന്നത് നമുക്ക് ഈ ഇല വേണം കേട്ടോ മുള്ളിട്ട ശേഷം, അല്ലെങ്കിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം. ഇപ്പം വെയിലിങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇത് കുറച്ച് കരിയിലയൊക്കെ വാരി കൊടുക്കേണ്ടതുകൊണ്ട് മാത്രം അങ്ങനെ കുറച്ച് ഭാഗത്ത് സൂക്ഷിച്ച് കിട്ടിയിരുന്നു. ഇനി നല്ല വേനലൊക്കെ വരുമ്പോൾ ആ കരിയില വാരി നിരത്തി അതിൻ്റെ മഴ കൂടെ നനച്ചൊക്കെ കൊടുക്കുമ്പോഴത്തേന് കുറേയൊക്കെ തണവ് നിൽക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ മണ്ണിട്ട് കൊടുക്കുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം. ഒരു സൈഡിൽ നിന്ന് കുഴിച്ച് ഒരു കുഴിയാക്കി എടുത്തുകൊണ്ടാണ് കേട്ടോ ആ മണ്ണ് ഏലത്തിൻ്റെ വേരുകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്.
അതുപോലെ തന്നെ മണ്ണിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ശരങ്ങളൊക്കെ ദാണ്ട് ഇങ്ങനെ പൊക്കി പൊക്കി വെക്കും കേട്ടോ. ശരങ്ങളുടെ മണ്ണ് വീഴാതിരിക്കാനാണ്. അഥവാ ഞാനും കൂടെ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടാണ് കേട്ടോ ചേട്ടനെ ഇവിടെ പിടിച്ച് ശരങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നത്. അല്ല ഞാനിങ്ങനെ ശരങ്ങളൊക്കെ അകത്തേക്ക് ആക്കി കൊടുക്കും. അപ്പോൾ ചേട്ടന് മണ്ണിടാൻ എളുപ്പമാണ്. അപ്പം പെട്ടെന്ന് പണികൾ തീർന്ന് മുന്നോട്ട് പോവും. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ കുഴിയായിട്ട് ഇവിടെ നിന്ന് എടുത്ത് ആ കുഴിയിൽ നിന്നാണ് മണ്ണെടുക്കുന്നത്. നല്ല ചരൽ മണ്ണാണ് കേട്ടോ. അപ്പം മഴയൊക്കെ നനഞ്ഞേക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം വെട്ടാനും എളുപ്പമുള്ളത്. അല്ലെങ്കിൽ വെട്ടാൻ ഭയങ്കര പാടുള്ളൊരു മണ്ണാണ്. ഒരൊറ്റ വെയിൽ വന്നാൽ മതി നല്ലതുപോലെ കയറി തറയ്ക്കും. അപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഏലത്തിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വേര് മൂടിപ്പോണം, അതാണ് മെയിനായിട്ട് മണ്ണിട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. വേരൊക്കെ നന്നായിട്ട് മണ്ണിട്ട് കൊടുത്ത് മൂടി വരുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ വേരൊക്കെ കയറി ഓടി നല്ല സെറ്റായിട്ട് ഏലം പിടിച്ച് വരും. നമ്മുടെ ഏലത്തിൻ്റെ കുറേയേറെ പണികൾ കഴിഞ്ഞു. ഷെയ്ഡിറക്കി പിന്നെ മുള്ളും ഇട്ട് മണ്ണും ഇട്ട് കഴിഞ്ഞു. ഇതിന് ശേഷമായിരുന്നു വളം കലക്കി ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പണിക്ക് ആളെ കിട്ടാനില്ല, അതുകൊണ്ടാണ് ആദ്യം ഞാൻ വളം കലക്കി ഒഴിക്കേണ്ടി വന്നത്. കണ്ടോ, മണ്ണുപണിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് പറമ്പ് വരുന്നുണ്ട്. അപ്പം പണി ഇങ്ങനെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഈ പണിയുടെ കൂടെ കൂടാനുള്ളതുകൊണ്ടാണ് കൂടുതലും വീഡിയോയിൽ പെട്ടെന്ന് കാണിച്ചു പോകുന്നത്. അതല്ല നമുക്ക് വീഡിയോ മാത്രം ഷൂട്ട് ചെയ്ത് നടന്നാൽ മതിയെങ്കിൽ എളുപ്പമായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ ചപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ഈ ചപ്പാണ് വലിച്ച് നമുക്ക് വെയിൽ കൂടുമ്പോഴത്തേന് നിരത്തി കൊടുക്കാനുള്ളത്. മരമൊക്കെ വെട്ടി അലമ്പി വാരിക്കിടന്ന പറമ്പ് നല്ല മണ്ണൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പറമ്പ് കാണാനായിട്ട്. ഈ മരം വെട്ടിയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയേനെ. കുറച്ചൊക്കെ മരത്തിൻ്റെ ഇലകളും പൊഴിഞ്ഞ് ഇതൊക്കെ കിടക്കുന്നുണ്ടാണ് കേട്ടോ ഇങ്ങനെ. എങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട്. മണ്ണുപണി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കാണാൻ തന്നെ ഒരു ചന്തമല്ലേ. എപ്പോഴും ഇങ്ങനെ തന്നെ വൃത്തിയാക്കി തന്നെ ഏലത്തിൻ്റെ ചുവടുകൾ ഇടണം. ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കവാത്തൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കിയാണ് ഏലത്തിൻ്റെ ചുവടുകൾ ഇടാറ് പതിവ്. പിന്നെ തയ്യേലമാണെങ്കിലും മണ്ണിട്ടൊക്കെ കൊടുത്താണ് കേട്ടോ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഈ കൂടെ തന്നെ ഒരു ഏലം നടുന്നൊരു വീഡിയോ കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു വഴി സൈഡിലായിട്ട് നിന്ന ഏലമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ചുവട്ടിലൊക്കെ അധികവും ചവിട്ടൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതുകൊണ്ട് മണ്ണൊക്കെ തറഞ്ഞ് ആ ഏലം നല്ലതുപോലെ പിടിക്കാതെ നിൽക്കുമായിരുന്നു. ചിമ്പൊക്കെ പൊട്ടി വരുന്നുണ്ട്. പക്ഷേ ആ ഏലം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കത്തില്ല. കാരണം ഒരുപാട് നടക്കുന്ന കറക്റ്റ് ആ ഒരു ഏലത്തിൻ്റെ ചുവട്ടിൽ കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഏലം ഇളക്കി കുറച്ചിപ്പറയായിട്ട് കുഴിയൊക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി ആ ഏലം ഒന്ന് ഇളക്കിയെടുത്തതാണ്. അപ്പം ഇളക്കിയെടുക്കാനൊക്കെ പെട്ടെന്ന് തന്നെ പറ്റി കേട്ടോ. കാരണം പിടിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യം പറഞ്ഞാൽ ഇത് നട്ടിട്ട് 1.5 വർഷം 2 വർഷമാകാറായി. ഇങ്ങനെ സ്ഥിരം നടപ്പുള്ളതുകൊണ്ടും നമുക്ക് നല്ലതുപോലെ എരമ്പ് നിന്നതുകൊണ്ടുമാണ് കേട്ടോ ഈ ഏലം കയറാഞ്ഞത്. ഇവിടെ നടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ എടുത്ത് നല്ല സെറ്റാക്കി കുഴിയൊക്കെ മൂടി ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പലപ്പോഴും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഏലം നടുന്നത്. എങ്കിലും കുഴിയെടുത്ത് വേറൊന്നുമില്ല, കുഴിയൊന്നും എടുത്തു. ആ കുഴി മണ്ണിട്ടൊന്ന് നികത്തി കൊടുത്തു. ഇനി ഒന്ന് ശക്കലം ഒന്ന് മണ്ണ് മാറ്റിയിട്ട് ആ ഏലം വെച്ച് കൊടുത്തു. ഇനി ഒരു കമ്പൊന്ന് നാട്ടിക്കൊടുത്ത് ആ ഏലം ഒന്ന് കുഴിച്ച് വെച്ചാൽ മതി. ഒരുപാട് മണ്ണൊന്നും ഏലം കുഴിച്ച് വെക്കുമ്പം ഉപയോഗിക്കേണ്ട. കഴിഞ്ഞ ദിവസം മറ്റൊരു ഏലം കൂടി ഇവിടെ പറിച്ചത് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഏലം നടുന്നത് കൂടെ അതും കൂടെ ഒന്ന് കൂട്ടി നടാമെന്ന് കരുതി കണ്ടോ ഒരു കമ്പയിലേക്ക് ചേർത്ത് കെട്ടിക്കൊടുത്തേക്കുവാണ്. അപ്പം കമ്പ് എന്തിനാണ് കെട്ടിക്കൊടുക്കുന്നതെന്നൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഏലം ആദ്യം നടുമ്പോൾ മണ്ണിന് മുകളിലായിട്ടാണ് ഏലം വരുന്നത്, അല്ലാതെ ഒരുപാട് താഴ്ത്തിയല്ല. അപ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ മറിഞ്ഞു പോകാതിരിക്കാനും അതൊന്ന് ആടാതെ കുലുങ്ങാതൊക്കെ നിന്ന് വേരൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ കമ്പ് നാട്ടി കൊടുക്കുന്നത്. ഇനി ഏലം നടാൻ അറിയത്തില്ലെന്നും അല്ല ഏലം നട്ടത് കണ്ടിട്ടില്ലെന്നും ഒന്നും എൻ്റെ കൂട്ടുകാരിനി പറയരുത് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇത് ഉൾപ്പെടുത്തി കാണിച്ചത്. കണ്ടോ, ഒരുപാട് മണ്ണൊന്നും വേണ്ട. മണ്ണിന് മുകളിലായിട്ടാണ് ഏലം വെച്ചത്. എന്നിട്ട് ആ തടം മാത്രമേ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുള്ളൂ. മണ്ണൊക്കെ ഇട്ട് ഒരു തുള്ളി മണ്ണേ
ഏലം നാട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോടൊന്ന് വിതറി കൊടുത്തിട്ടുള്ളൂ. ഈ മണ്ണ് ഇടിച്ചിടുന്നത് ഏലത്തടം നികത്തുന്നതാണ് കേട്ടോ, അല്ലാതെ ഏലത്തിൻ്റെ ചുവട്ടിലേക്കല്ല ഈ മണ്ണെല്ലാം കൂടി ഇടിച്ചിട്ടേക്കുന്നത്. എന്താണെങ്കിലും നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഏലം വെള്ളം ഒഴിച്ച് കയറ്റിക്കൊണ്ട് വരേണ്ടതില്ല. ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേന് അത്യാവശ്യം ഏലം പിടിച്ചു തുടങ്ങും. അപ്പോൾ വളരെ സിമ്പിളാണ് ഏലം നട്ടു വെക്കാനെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഇനി ഏലത്തിനെടുക്കുന്ന കുഴിയാണ് കാണിച്ചു തരാനായിട്ട് വിട്ടുപോയത്. ഇനി എപ്പോഴെങ്കിലും ഇനി ഏലം വെക്കുന്ന വീഡിയോ ഒക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വേണ്ട ഏലത്തിൻ്റെ മുഴുവൻ പണികളും നമ്മുടെ പറമ്പിൽ കഴിഞ്ഞിരിക്കുകയാണ്. മുകളിലോട്ടുള്ള ഏലങ്ങളും എല്ലാം തന്നെ മണ്ണിട്ട് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. മുകളിലോട്ടുള്ള ഏലങ്ങൾ പണിതപ്പോൾ നല്ല വേരിൻ്റെയൊക്കെ ശല്യമുള്ളത് കൊണ്ട് അത്യാവശ്യം ഇച്ചിരി പാടായിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ, മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. കൂടുതലും വലിയ വലിയ മരങ്ങൾ നിൽക്കുന്ന ഒരു സൈഡാണ്, അതുകൊണ്ടാണ്. എങ്കിലും നല്ല രീതിയിൽ തന്നെ ഇവിടെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഏലത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ ഇതിൽ കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് പറഞ്ഞു തരണം. അറിയാവുന്ന ഒരുപാട് പേര് പറഞ്ഞു തന്നും കമൻറ്റ് ചെയ്തുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ മുന്നോട്ടും എനിക്ക് തരണം. അപ്പം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ കണ്ടും കമൻ്റൊക്കെ ഇട്ടും അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കണ്ട. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.